എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെൽറ്റ PLCയിൽ എന്താണ് ഇൻവേഴ്സ് ലോജിക്. അതായത് നമ്മളിവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് കണ്ടീഷനിലായിരിക്കണം, അതൊരു ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ കണ്ടീഷനിലായിരിക്കണം. റയർലി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, എങ്കിൽ പോലും എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻവേഴ്സ് ലോജിക് ചെയ്യുന്നത്, അതുപോലെ ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ ഇൻവേഴ്സ് ലോജിക് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് നോക്കാം. ജസ്റ്റ് ടൂൾ എങ്ങനെയാണ് ഇൻവേഴ്സ് ലോജിക് ചെയ്യണേ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം മുതൽക്ക് തന്നെ, അതായത് വയറിംഗ് അതിന്റെ ബേസിക് ഒക്കെ ആയിട്ട് തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമുക്ക് എന്താണ് ഇൻവേഴ്സ് ലോജിക് നോക്കാം. അതിനായിട്ട് നമ്മൾ WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ കാണുന്ന രീതിയിൽ ഒരു പുഷ് ബട്ടൺ, അതായത് ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ, അതുപോലെ റെഡ് ബട്ടൺ, രണ്ട് ബട്ടൺസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ രണ്ട് ഓൺ ഓഫ് ലൈറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇൻവേഴ്സ് ലോജിക് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നോക്കാം. അതുപോലെ എങ്ങനെയാണ്, അതുപോലെ നമുക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻവേഴ്സ് ലോജിക്കിന്റെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഷോർട്ട് കട്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫയലിൽ ന്യൂവിന് ശേഷം നമുക്ക് പ്രോഗ്രാം ടൈറ്റിൽ കൊടുക്കാം ഇൻവേഴ്സ് ലോജിക്. അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ എന്താണോ പ്രോഗ്രാം അതിനനുസരിച്ച് നമുക്ക് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ PLC മോഡൽ S8 നിങ്ങളുടെ കയ്യിലുള്ള മോഡൽ ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മോഡൽസ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് OK കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒരു പുഷ് ബട്ടൺസ് ഒക്കെ ഓൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം. അപ്പൊ ഇൻവേഴ്സ് ലോജിക് എന്താണ് നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനായിട്ട് ഞാൻ ഒരു പുഷ് ബട്ടൺ ഉപയോഗിക്കുകയാണ്, LDX0. അതുപോലെ ഇതിന്റെ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു Y0യിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഒരു ഗ്രീൻ ലൈറ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട് Y0. അപ്പൊ ആദ്യത്തെ ഒരു റോയിൽ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ഒരു ലൈനും കൂടെ നമുക്കൊന്ന് കോഡ് ചെയ്യാം. അതിനായിട്ട് LDX1 കൊടുത്തിട്ടുണ്ട്. ആ റെഡ് ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് Y1ലേക്ക് കണക്ട് ചെയ്യാം, ഔട്ട് Y1. നമുക്ക് ഈ ഒരു പ്രോഗ്രാം കോഡ് ചെയ്യാം. കോഡ് ചെയ്ത് നമുക്ക് PLCയിലേക്ക് അപ്ലോഡ് ചെയ്യാം. സോറി, PLC മൊഡ്യൂൾ ഓൺ ആയിട്ടില്ല. ഓക്കെ, ഞാൻ പവർ ഒന്ന് ഓൺ ചെയ്യാം. അതായത് ഡിറ്റക്ടിങ് കമ്മ്യൂണിക്കേഷൻ പോർട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ PLCയിലേക്കുള്ള പവർ സപ്ലൈ ഓഫ് ആയിരുന്നു. ഇപ്പൊ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, പ്രോഗ്രാം ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓൺ ആവാനുള്ള ഒരു സമയം കൊണ്ട് നമ്മുടെ പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊന്ന് ഓൺലൈൻ മോഡിലേക്ക് വരാം. സാധാരണ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ പ്രസ് ചെയ്യുമ്പോൾ എന്റെ Y0 ആദ്യത്തെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, വിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആകുന്നുണ്ട്. അതുപോലെ അടുത്ത ഒരു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും റെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇത് നോർമൽ പുഷ് ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻവേഴ്സ് ലോജിക് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊന്ന് ഓഫ്ലൈനിലേക്ക് പോകണം. ഓഫ്ലൈനിൽ പോയിട്ട് നമുക്കൊന്ന് കോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇൻവേഴ്സ് ലോജിക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ F11 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻവേഴ്സ് ലോജിക്കിന്റെ സിമ്പിൾ. അപ്പൊ ഞാനത് ഈ പറയുന്ന X1ന്റെ ഇവിടെ ഇൻവേഴ്സ് ലോജിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്രോസ് ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോഡ് ചെയ്യാം. കോഡ് ചെയ്തിട്ട് PLCയിലേക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. PLCയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺലൈൻ മോഡിലേക്ക് വരാം. ഇവിടെ ഓൺലൈൻ മോഡിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ X0 അതുപോലെ Y0 ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ X1ലും ഇവിടെ Y1 ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഇൻവേഴ്സ് ലോജിക് എന്നുള്ള ഈ ഒരു സിമ്പിൾ നമ്മളിവിടെ കൊടുത്താൽ ഇൻവേഴ്സ്, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ഇവിടെ NO കോൺടാക്ട് ആയിരുന്നു, ഇവിടെ NC കോൺടാക്ടിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഞാൻ ഇവിടെ NC ആയിട്ട് ഓപ്പറേറ്റ് പുഷ് ബട്ടനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, അതായത് NO കോൺടാക്ട് ആയിട്ട് മാറും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതുപോലെ ഞാൻ ആദ്യത്തെ ഒരു X0 ഞാൻ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. നോർമൽ ആ സെറ്റീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും. കൈയെടുത്ത് കഴിഞ്ഞാൽ വിട്ടിട്ടുണ്ട്, കാരണം അത് പുഷ് ബട്ടൺ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും X1 ഓൾറെഡി നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്ത് ഇവിടെ റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇൻവേഴ്സ് ലോജിക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ വർക്കിംഗ്. അപ്പൊ ഞാൻ അതിനെ ഓൺ ചെയ്യാനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആയി പോയിട്ടുണ്ട്.
അതുപോലെ കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓൺ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സിമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളിവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. അതുപോലെ നമുക്കിവിടെ NC കോൺടാക്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഓഫ്ലൈൻ മോഡിലേക്ക് പോവാം. ഓഫ്ലൈൻ മോഡിൽ പോയതിനു ശേഷം നമുക്ക് ഇതിന് എഡിറ്റ് ചെയ്തിട്ട് LDI X1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് PLCയിലേക്ക് എന്ത് കോഡ് ചെയ്തിട്ടുണ്ട്, PLCയിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ PLCയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ NC കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്റെ NC കോൺടാക്ട് ഇവിടെ ഓൺ ആയിട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഔട്ട്പുട്ട് വരുന്നില്ല. കാരണം NC നോർമൽ എങ്ങനെയാണ്, NC ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യണം. പക്ഷെ ഞാനിവിടെ ഇൻവേഴ്സ് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഓൺ ആണെങ്കിൽ ഇവിടെ ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മുകളിലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും യാതൊരു ചേഞ്ചസും ഇല്ല. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. X0 ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ ആവുന്നുണ്ട്. അതേസമയം X1 ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ഇൻവേഴ്സ് ലോജിക്, അതുപോലെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.